അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. വെളിവില്ലാത്ത തലയിൽ നിന്ന് വരുന്ന വിവരക്കേട് സിനിമാ നിരൂപണം എന്ന പേരിൽ ഛർദ്ദിച്ചു വെക്കുകയാണ് ഈ നാറികള്. പക്ഷെ എന്റെ പണി ഇതായി പോയി, ഇൻഡസ്ട്രിയിൽ പിടിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പൊങ്ങിയും ഏറ്റവും വലിയ പോങ്ങനുമായ ഒരു നാറിയാണ് അശ്വന്ത് ഗോക്ക് എന്നൊരു ഹാട്ടപരാധം. നിന്നെ ഒരു വഴിക്കാക്കിട്ടേ വേറെ കാര്യമുള്ളൂ. അശ്വന്ത് ഗോക്ക് നടത്തുന്നത് സിനിമാ നിരൂപണമൊന്നുമല്ല, വെർബൽ റേപ്പാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. ഒരാൾ ഒരു സിനിമയെ ഇഷ്ടപ്പെടാതിരിക്കാം. 200 രൂപ മുടക്കിയതിന്റെ അവകാശത്തിൽ അത് 4 പേരോട് പറയാം. അതല്ലല്ലോ ഈ കോക്കെന്ന് പറയുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ ബോധിപ്പിക്കുക, അല്ലാതെ ഗുണമൊന്നുമില്ല. നാട്ടുകാരെ ബോധിപ്പിക്കണം. അവന്റെ പേര് അശ്വന്ത് ഗോക്ക്. അയാൾ സിനിമയുടെ സംവിധായകനെ തെറി പറയുന്നു, നിർമ്മാതാവിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നു, എഴുത്തുകാരൻ നേരെ കുറയ്ക്കുന്നു, അതിലപേക്ഷിച്ച നടനെ ബോഡി ഷേമിംഗ് ചെയ്യുന്നു. ചെറിയ സംശയം ചോദിച്ചോളൂ. അളിയനത് നിർത്തിക്കൂടാ. ഞാനത് നിർത്തിയാൽ ഈ നാട് നന്നാവുമോ? 200 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നവന്റെ അഹങ്കാരത്തിലാണ് അശ്വന്ത് ഗോക്ക് തെരുവിൽ അലഞ്ഞു കിടക്കുന്ന ഒരു നായയെ പോലെ സിനിമാ നിരൂപണം നടത്തുന്നത്. നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. കോക്കെന്ന് പറയുവാൻ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ ആക്രമണം അല്ലതാ മാറി. കേൾക്കാൻ ആളുകളുണ്ടെന്ന് കരുതി ഇങ്ങനെ സ്വയം ഉറഞ്ഞു തുള്ളി വിഡ്ഢിയാവരുത്. കുറെ കാലമായി ഇതിനോട് ഇത് പറയണമെന്ന് കരുതിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. 1.5 രൂപയുടെ വിലയുള്ള ഗുണ്ടാപ്പണി അല്ല മോനെ സിനിമാ നിരൂപണം. ഞാനും സമ്മതിക്കുന്നു, പലപ്പോഴും പല വിഷയങ്ങളിൽ ട്രൂ TV പലരെയും അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുന്ന എന്റെ സ്വഭാവം നമ്മനറിയാലോ. എന്റെ ശബ്ദം പാവപ്പെട്ടവന്റെ നിലവിളിയായിരുന്നു, തെരുവിൽ ആക്രമിക്കപ്പെട്ട ജനത്തിന്റെ രോഷമായിരുന്നു. എല്ലാം കവർന്നെടുക്കപ്പെട്ട് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഒച്ച വെച്ചതും അലറിക്കറിഞ്ഞതും. പ്രിയപ്പെട്ടവരെ, മര്യാദക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛ ആദ്മി ഹൈ. തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഒരു കോമാളിയായി, ഒരു കൊടുങ്കോമാളിയായി പല വേഷത്തിലും ഭാവത്തിലും കോക്ക് ഇങ്ങനെ നിരൂപണം ഉണ്ടാക്കുകയാണ്. ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ചുരുങ്ങിയ പക്ഷം കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ഒരു അധ്യാപകനാണെന്നല്ലേ നീ പറയുന്നത്? നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സിനിമാ നിരൂപണം എന്ന പേരിൽ കോക്ക് ചെയ്യുന്നത് ഇതിന്റെ വിപരീതമാണെന്ന് സിനിമാ മേഖലയിലുള്ള പലരും എന്നോട് പറഞ്ഞു. ചോദിക്കുന്ന പൈസ കിട്ടിയില്ലേ സിനിമയെ വിമർശിച്ച് കൊല്ലുന്നു, നിർമ്മാതാവിനെ കുത്തുപാളയെടുപ്പിക്കുന്നു. സുഹൃത്തേ, ഇത് ശരിയല്ല. അപ്പൊ പറഞ്ഞെന്താ വെച്ചാലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കോക്ക് കാശ് മേടിച്ചാണ് സിനിമാ നിരൂപണം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നിരൂപണം എന്ന് പറയാൻ പറ്റത്തില്ല ചെയ്യുന്നതിന്. പൈസ കിട്ടാത്ത സിനിമകളെയാണോ കോക്ക് നിരൂപിച്ച് കൊല്ലുന്നതെന്നും എനിക്കറിയില്ല. എല്ലാവരും സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് അടിയോടെ വെട്ടി മാറ്റിയില്ലെങ്കിൽ മലയാള മണ്ണിൽ മലയാള സിനിമ ഉണ്ടാവില്ല. സ്വയം ആരാച്ചാരായി വേഷം കെട്ടി സിനിമയെ തൂക്കുകയറിൽ കുരുക്കിക്കൊല്ലുന്ന കോക്കിന് ആരെയെങ്കിലും കൂച്ചുവിലങ്ങിട്ടില്ലെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവില്ല മലയാള സിനിമ. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല അല്ലേ? ഞാനെന്ത് പറയാനാ, കലികാല. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ.